ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഞാൻ ഇനി 3 ഡേയ്സ് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതിനുവേണ്ടി ഞാൻ പോയി. പിന്നെ ഒരു 13 മണിക്കൂർ നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണം തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ ബസ്സെല്ലാം കയറി ഞാൻ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലേക്ക് നടക്കുന്ന വഴി മോർണിംഗ് ടൈം ആയതുകൊണ്ട് പാടത്തൊക്കെ നല്ല ഒരു മിസ്റ്റ് നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യൂ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ വീഡിയോയിൽ പകർത്താമെന്ന് കരുതി അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു രാവിലെ ആ വഴിയിലൂടെ അങ്ങനെ നടക്കാനായിട്ട്. അങ്ങനെ നടന്ന വഴിയിലൂടെ വരുമ്പോഴത്തേക്കുമാണ് ഞാൻ നമ്മുടെ തോട്ടം കണ്ടത് കേട്ടോ, പച്ചക്കറി തോട്ടം. അപ്പോൾ നോക്കുമ്പോൾ വെണ്ടയ്ക്കയും പയറും എല്ലാം നല്ല പോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ ആ വീഡിയോയും കൂടി എടുക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടക്കോട്ട് ഇറങ്ങിച്ചെന്ന് കേട്ടോ. ബാഗ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പതുക്കെ ആ വീഡിയോസൊക്കെ പകർത്തുവാണേ. പയർ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്കയും ഉണ്ടായിരുന്നേ. നല്ല പച്ച വെണ്ടയ്ക്ക, നീളമുള്ള വെണ്ടയ്ക്കയാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പയറിൻ്റെ നല്ല നീളമുള്ള പയറാണ് ഇപ്രാവശ്യം നമ്മൾ നട്ടപ്പോൾ കിട്ടിയത്. അങ്ങനെ ഞാൻ ആ വീഡിയോസൊക്കെ എൻ്റെ ക്യാമറയിൽ പകർത്തി. അങ്ങനെ കാണുമ്പോൾ തന്നെ മൊത്തം ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ, ഈ ചൂട് സമയത്ത് പച്ചപ്പ് കാണുമ്പോൾ ഉള്ള മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ അത് പയറിൻ്റെ നീളം നോക്കിക്കേ, നല്ല നീളം ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ ആയി വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. ആ പയർ നല്ല ആയ പയറും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ഞാൻ അങ്ങനെ അത് കുറേ സമയം പകർത്തി. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഇടക്കൂടെയൊക്കെ നടന്ന്. വീട്ടിലെത്തിയിട്ടില്ലേ. അതിന് മുന്നെയാണ് നമ്മുടേത് ശരിക്കും ഒരു ജൈവ കൃഷിയാണ്. നല്ല വെറും ചാണകം മാത്രമേ നമ്മൾ ഇതിലൊക്കെ വളമായിട്ട് ഇടാറുള്ളൂ കേട്ടോ. വേറെ ഒരു സാധനവും നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ വാങ്ങിയിടാറില്ല. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ സീസൺ വൈസ് പച്ചക്കറികൾ നടുന്നതാണ് കേട്ടോ. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു കൃഷി കുടുംബമാണ്. വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ ഇങ്ങനെ പച്ചക്കറികളാണ് കൂടുതലായിട്ട് നടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കുറേ ഉണ്ടാകുമ്പോൾ നമ്മളത് കൊടുക്കും. അത്യാവശ്യം ലാഭവും കിട്ടാറുണ്ട്. പക്ഷെ അത് അപ്പോൾ ഇത് കാണുമ്പോഴും ഇങ്ങനെ എപ്പോഴും നമ്മുടെ വീട്ടിലെപ്പോഴും പച്ചക്കറി ഒഴിയില്ല. നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ പച്ചക്കറികൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പിന്നെ ഓരോ സമയത്തും ഓരോന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണമെല്ലാം ഇത് കണ്ടപ്പോഴേ മാറി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.